മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. അനധികൃതമായിട്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ള ഖലീഫ കഫേ, ഉമ്മച്ചിയുടെ കട, ഇതൊക്കെ തന്നെ അങ്ങ് പൂട്ടിച്ചിട്ടുണ്ട്. അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. വ്യക്തമായിട്ട് നോട്ടീസ് ഉൾപ്പെടെ നിരവധി തവണ കൊടുത്തിട്ടുള്ളത്. നിയമപരമായിട്ട് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളാണ് പൂട്ടിച്ചിട്ടുള്ളത്. ഇനി അവര് പറയുന്നതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നിയമപരമായിട്ട് ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ കോർപ്പറേഷൻ ഇടപെട്ട് ഒരു അനധികൃതമായിട്ടുള്ളത് അങ്ങ് ഒഴിവാക്കിയല്ലോ, അത് മിക്കവാറും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടായിരിക്കല്ലോ അതങ്ങനെ ചെയ്തത് എന്ന രീതിയിൽ നമ്മളൊക്കെ അങ്ങ് മുന്നോട്ട് പോകും. എന്നാൽ ഇവിടെയുള്ള സുഡാപ്പികളും ജിഹാദികളും അങ്ങനെയല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഉറഞ്ഞതുള്ളേ ഉമ്മച്ചിയുടെ കട ഖലീഫ കഫേ ചാടി വീണിട്ടുണ്ട്. ഞാനൊരു കമന്റ് ഉദാഹരണത്തിന് വായിച്ചു കേൾപ്പിക്കാം. ഡാഷ് മോനെ, ഒരു കോർപ്പറേഷൻ കിട്ടിയപ്പോൾ UP മണത്തു തുടങ്ങി, അപ്പോൾ കേരളം കിട്ടിയാലോ? ഒന്നുകൂടി തിരുവനന്തപുരത്ത് ആ 2 കടകൾ പൊളിച്ചപ്പോൾ പിന്നീട് അനധികൃതമായി വേറെ ഒരു നിർമ്മിതിയും ഇല്ലെന്ന് മാലോകരെ ബാക്കി വായിക്കാൻ മനസ്സിലാകുന്നില്ല. ഇതെങ്ങനെ വായിച്ചു തരേണ്ടതെന്നില്ല. ഞാൻ ഏതായാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു സുഡാപ്പി രംഗത്തെത്തിയിട്ട് എഴുതി പിടിപ്പിച്ചതാ. UP മണക്കുന്നു. ഇത് മതം നോക്കുക. ഉമ്മച്ചിന്റെ കട, ഈ പറയുന്ന ഖലീഫ കഫേ, അപ്പോഴേക്കും മതം. തങ്ങളിൽപ്പെട്ടവർ എന്ത് നെറുകേട് ചെയ്താലും ചാടി വീഴുന്നവരാണ് ജിഹാദികൾ. യഥാർത്ഥ വിശ്വാസികൾ, അത് മുസ്ലിം ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, തങ്ങളുടെ മതത്തിലെ ഒരുത്തൻ നെറുകേട് ചെയ്താൽ ആ നെറുകേടിനെ അങ്ങ് തള്ളി പറയാ എന്നല്ലാതെ ഒരിക്കലും അതിനെയും കൂട്ടിപ്പിടിക്കാൻ നിൽക്കും ഒരിക്കലുമില്ല. പക്ഷെ ജിഹാദികളും സുഡാപ്പികളും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെറുകേട് ചെയ്യാൻ കാത്തിരിക്കുക, എന്നിട്ട് ചാടി വീണ് ഇത് മതായത് കൊണ്ടാ എന്ന രീതിയിൽ അങ്ങ് വിളിച്ചു പറയും. കാരണം എന്താ? ഇങ്ങനെ നെറുകേട് വിളിച്ചു പറഞ്ഞാല് ആളെ കിട്ടും. ആളെ കിട്ടിയവർക്ക് സുഡാപ്പിസം വളർത്തണല്ലോ. അതാണ് മാന്യമര്യാദക്ക് മതവിശ്വാസമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾ എന്തെങ്കിലും നെറുകേട് ഇന്ന മതത്തിൽ ഇന്ന ആളുകളെ പേരിലുള്ളതിൽ കണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് തിരിഞ്ഞു നോക്കോ? തിരിഞ്ഞു നോക്കൂല. തെറ്റാണെങ്കിൽ അത് തള്ളി മാറ്റി മുന്നോട്ട് പോകും, അത് ഏത് മതത്തിലുള്ള ആളുകളാണെങ്കിലോ. എന്നാൽ ഇത് മതം യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. എന്താണ് അവർ പറയുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. ഇത് 2 ഷോപ്പാണ്. ഇതൊരു ഹോട്ടൽ പോലെയാണ്, ഇതൊരു ചായത്തട്ട് പോലെയാണ്. ചായക്കടയാണെങ്കിലും ഈ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഈ റോഡിൽ വന്നു നിന്നാണ് ചായ കുടിക്കുന്നത്. അപ്പോ ജ്യൂസും എല്ലാം ഉണ്ട്. അപ്പോ വഴി തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് മെയിൻ ഇഷ്യൂ. പിന്നെ ലൈസൻസ് ഇല്ല, അനധികൃതമായിട്ട് കെട്ടി പൊക്കിയതാണ് ഈ സ്ഥാപനങ്ങൾ. അപ്പൊ അത് സംബന്ധിച്ച് എഞ്ചിനീയറിംഗിൽ ഓൾറെഡി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോ നിലവിലിപ്പോ പിന്നെ കൗൺസില് അപ്പീൽ തള്ളിയ സാഹചര്യത്തിലാണ് നമ്മൾ കൂട്ടുന്നത്. നിങ്ങൾ കേട്ടില്ലേ? ഇദ്ദേഹം പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗം ഞാനിവിടെ കൊടുത്തിട്ടുള്ളൂ. 3 തവണ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കൗൺസിൽ തള്ളിയതാണ്, അപ്പീൽ ചെയ്തിരുന്നു ഇവര്. അതിനുശേഷമാണ് ഈ പൂട്ടിക്കുന്നത്. ഇത് ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇത് പൂട്ടിക്കുന്നത്. വ്യക്തമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. എന്നിട്ടും ഈ വീഡിയോക്കാണ് ഈ കമന്റ് വന്നിട്ടുള്ളത്. ഈ UP മടക്കുന്നു, മറ്റേതാണ് മറിച്ചേതാണ് എന്ന്. ഞാൻ ലളിതമായിട്ടുള്ള ചോദ്യം, ഈ തൊട്ടു മുമ്പേ അല്ലേ ഒരു സ്പാ സെന്റർ ഒക്കെ അങ്ങ് അടച്ചു പൂട്ടിയിരുന്നത്? അതായത് സ്പർശൻ വെൽനസ് സ്പാ സെന്റർ, അതങ്ങ് പൂട്ടിച്ചില്ലായിരുന്നു ഈ അടുത്തല്ലേ? അന്ന് നമ്മൾ ആരെങ്കിലും അത് ശരിയല്ല എന്ന് പറഞ്ഞൊക്കെ രംഗത്ത് മതം നോക്കിയിട്ട്, ഓണറുടെ മതം നോക്കിയിട്ട് ആരെങ്കിലും രംഗത്തെത്തിയിട്ട്? ഒരാളും രംഗത്തെത്തി എത്തിയില്ല. എന്നാൽ സുഡാപ്പികൾ എത്തും. അന്നത്തെ ഒരു വാർത്തയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇന്റർവ്യൂവിനെത്തിയ യുവതിയോട് മോശമായിട്ട് പെരുമാറി, സ്പാ പൂട്ടിച്ചു. യുവതി മേയറോട് പരാതി പറയുന്നു. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടത് അദ്ദേഹം എന്ന് എന്താണ് മേയർ എന്ന് പറഞ്ഞതും കൂടി ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഒരു പെൺകുട്ടി അവർക്കുണ്ടായ ഒരു ദുരന്താനുഭവം ഒരു സ്പായുമായി കേന്ദ്രീകരിച്ച് പറഞ്ഞത്. അപ്പോൾ അത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ തന്നെയാണ് അവർ പറഞ്ഞത്. ഇന്നലെ ഞായറാഴ്ചയായിട്ടും ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ ഈ സാറിന് മേയറോട് സംസാരിക്കുന്ന സമയത്ത് ഇക്കാര്യങ്ങൾ തുടരുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അവരുടെ രേഖകളൊക്കെ തന്നെ പരിശോധിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പരിശോധന നടന്നപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. നിങ്ങൾ കേട്ടില്ലേ? എണ്ണയിട്ട യന്ത്രം പോലെ മേയർ തലസ്ഥാന നഗരിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
ഒരു ഞായർ ദിവസമായിട്ടും ഒരു യുവതി വിളിച്ചു പരാതി പറഞ്ഞു. സകല ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് ഈ പറയുന്ന സ്പാ സെന്ററിലേക്ക് പരിശോധനയ്ക്കയച്ചു, പരിശോധിച്ചു. അവിടെയുള്ള ആളുകൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിലവാരമില്ല, യോഗ്യതയില്ല, അത് പൂട്ടിച്ചു. ആ സ്പാ സെന്റർ പൂട്ടിച്ചു. എവിടെയാ സ്ഥലം? സെക്രട്ടേറിയറ്റിന് മുന്നില്. തിരുവനന്തപുരം തലസ്ഥാന നഗരയില് മേയറായിട്ട് വി രാജേഷ് വരേണ്ടി വന്നു. സെക്രട്ടേറിയറ്റിന്റെ മുന്നില് അനധികൃതമായിട്ട് നടക്കുന്ന ഒരു സെന്റർ പൂട്ടിക്കാൻ, സ്പാ പൂട്ടിക്കാൻ. ഒരു യുവതിയോട് മോശമായിട്ട് പെരുമാറി. ഇതിനു മുമ്പേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. പക്ഷെ ആ യുവതി പരാതി കൊടുത്തു, അതിന് നടപടി എടുത്തു. അന്ന് ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ഓണറുടെ അതോ നോക്കി ആരും രംഗത്തെത്തിയില്ല. പിന്നെ എന്തിനാണ് ഖലീഫ കഫേ എന്ന് കേൾക്കുമ്പോ, ഉമ്മച്ചിന്റെ കട, തട്ടുകട എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് ജിഹാദികളും സുഡാപ്പികളും ചാടി വീഴുന്നത്? അപ്പൊ ഈ സുഡാപ്പികളും ജിഹാദികളും അല്ലേ ഈ നാടിന്റെ അപകടം എന്ന് പറയുന്നത്? ഇവർ ഉളുപ്പില്ലേ, യു പി മണക്കുന്നു എന്നൊക്കെ വിളിച്ചു പറയാൻ. ഈ ഉത്തർപ്രദേശിൽ ഇവർ ഈ പറയുന്ന MA യൂസുഫ് അലിയൊക്കെ എപ്പോഴും പൊക്കി പിടിക്കുന്നതല്ലേ? നമ്മളൊക്കെ അംഗീകരിക്കുന്ന ആളാ. MA യൂസുഫ് അലിയോട് നമുക്ക് ആർക്കും ഒരു എതിർപ്പില്ല. അല്ലെങ്കിൽ ഇവരുടെ സമാധാനത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഐക്യത്തിലല്ലേ? ജിഹാദികളും സുഡാപ്പികളും അല്ലേ നാടിന്റെ അപകടം? അവരെ അല്ലേ നമ്മൾ പുച്ഛിച്ച് തള്ളാറുള്ളൂ? ഈ MA യൂസുഫ് അലിക്ക് ഇവർ പറയുന്ന BJP ഈ UP ഭരിക്കുന്നത്, UP മടക്കുന്നു എന്നൊക്കെയല്ല പറയുന്നത്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരിൽ 100 കണക്കിന് കോടി രൂപയാ MA യൂസുഫ് അലി പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമാണോ? BJP ഭരിക്കുന്ന ഗുജറാത്ത് കോട്ടയാണ്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് കോർപ്പറേഷനൊക്കെ അടക്കി ഭരിക്കുക BJP. അവിടെ 3000 കോടിയിലധികം രൂപയായിപ്പോ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് MA യൂസുഫ് അലി. BJP ഭരിക്കുന്ന UP മടക്കുന്നു എന്ന് പറയുന്നവര് അറിയാൻ വേണ്ടി പറയാ, ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJP അല്ലേ? ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അവർ സമാധാനത്തിലാണ് പോകുന്നത്. നിയമം തെറ്റിക്കുന്ന ജിഹാദി സുഡാപ്പികൾക്ക് എവിടെ പ്രശ്നമുള്ളൂ? അത് ജിഹാദി സുഡാപ്പികൾക്കല്ല, അത് നിയമം തെറ്റിക്കുന്നത് ആരാണോ അവർക്കൊക്കെ തന്നെ പ്രശ്നം. ഈ സ്പാ സെന്റർ പൊട്ടിച്ച സമയത്ത് ഒരാൾക്കൊരു മത പ്രശ്നമില്ല. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടൊരു വിഷയം വന്നപ്പോ BJP ഉത്തർപ്രദേശ് വളക്കുന്നു. ഈ ഉളുപ്പിലവന്മാർക്ക് എന്തിനേറെ പറയുന്നു. ഒരു മലയാളികൾ പോലുമില്ല BJP ആയിരിക്കുന്നു. ഗുജറാത്ത് ഉൾപ്പെടെ സാധാരണ കച്ചവടം ചെയ്ത് സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന മുസ്ലിങ്ങള്, ഇവർക്കൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. BJP ഭരിക്കുന്ന ഒരു സ്ഥലത്ത്. പക്ഷെ ഇവിടെ ഉള്ള ഇത്തരം ആളുകളുടെ ജിഹാദി സുഡാപ്പികൾ ഇവരാണ് നമ്മുടെ നാടിന്റെ അപകടം എന്ന് പറയുന്നത്. ഇത് സകല മലയാളികൾ മനസ്സിലാക്കേണ്ട. ഉത്തർപ്രദേശിൽ അനധികൃതമായിട്ട് കെട്ടിപ്പൊക്കുന്നതൊക്കെ ഇടിച്ചങ്ങ് നിരത്താറുണ്ട് യോഗി ആദിത്യനാഥ് സർക്കാർ, അനധികൃതമായിട്ടുള്ളത്. അതിവിടെ അതൊക്കെ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് നിരന്തരം വിളിച്ചു പറയും. നാഷണൽ മീഡിയാസിൽ ഏത് ന്യൂസ് യോഗി ആദിത്യനാഥ് സർക്കാർ പൊളിച്ചത് എടുത്തു നോക്കിയാൽ അവിടെയും കൃത്യമായി നിയമപരമായിട്ട് സകലതും ചെയ്തിട്ടുണ്ടാവും. അതേ ശൈലിയിൽ ഉത്തർപ്രദേശിലുള്ള വിഷയം നാഷണൽ മീഡിയാസ് ഒക്കെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇവിടുത്തെ ആളുകൾക്ക്. എന്നാൽ നമ്മുടെ മുക്കിൻ തുമ്പത്ത് തലസ്ഥാന നഗരിയിൽ ഇപ്പൊ നടന്നതൊക്കെ കേൾക്കുമ്പോൾ വിവേകമുള്ള സകല മലയാളികൾക്കും ലളിതമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? കൃത്യമായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു നോട്ടീസ് നിരവധി തവണ കൊടുത്തു, അത് അനധികൃതമായിട്ടാണ്, അതുകൊണ്ടാണ് പൊളിച്ചത്. എന്നിട്ടും ജിഹാദികൾ എന്താ പറയുന്നത്? ഇത് തന്നെയാ BJPക്കെതിരെ കുറെ കാലമായിട്ട് സുഡാപ്പികളും ജിഹാദികളും കള്ളം വിളിച്ച് പറഞ്ഞെടുക്കുന്നത്. ഇത്തരം ജിഹാദി സുഡാപ്പികളെ പുച്ഛിച്ച് തള്ളണം ബോധവും വിവേകവുമുള്ള സകല മലയാളികളോ. യഥാർത്ഥത്തിൽ വി രാജേഷിന്, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്ക് അഭിനന്ദനങ്ങൾ നേരിയ. അനധികൃതമായതൊക്കെ തന്നെ മാറ്റണോ, പൂട്ടണോ, അല്ലെങ്കിൽ സകലരും തോന്നുന്നിടത്തൊക്കെ തന്നെ ഇതൊക്കെ കെട്ടിപ്പൊക്കിയാൽ എന്താണ് നാടിന്റെ അവസ്ഥ? മേയർക്ക് ഇത്തരം നടപടികൾ എടുത്ത് സാധാരണക്കാർക്കൊപ്പം നിലകൊള്ളുന്നതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു.